നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിന്ധു നദീതട കരാർ റദ്ദാക്കിയതിനു ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. കരാർ റദ്ദാക്കി ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ വരൾച്ചയെന്ന സൂചനയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്നത്. സിയാൽകോട്ടിനടുത്ത് ചെനാബ് നദിയിൽ ഒഴുക്ക് കുറഞ്ഞെന്ന് ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ 21-എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കിയതിനു ശേഷം ഏപ്രിൽ 26-എടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകും. ആദ്യ ദിവസങ്ങളിൽ തന്നെ വരൾച്ച സൂചിപ്പിക്കുന്ന ഈ ചിത്രങ്ങൾ പാകിസ്ഥാൻ നേരിടാനിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണ്. സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ്കോഴ്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവച്ചത്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയിൽ നിന്നുമുള്ള ജലവിതരണവും നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ നദികളാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടക്കുന്നത്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാന്റെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക. 65 വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. 1947-ലെ ഇന്ത്യ-പാക് വിഭജനം സിന്ധു നദീതടത്തെയും രണ്ടായി മുറിച്ചു. അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീതടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വെള്ളം ഉപയോഗിക്കുന്നതിൽ ധാരണ വേണമെന്ന ആവശ്യമാണ് സിന്ധു നദീജല കരാറിലെത്തിയത്. 1960 സെപ്റ്റംബർ 19-നാണ് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത്. കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ജലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീഴ്ച നൽകിയിരുന്നു. കരാർ പ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ്. അതേസമയം സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തിയിരുന്നു. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും ബിലാവൽ ഭൂട്ടോ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വല്ലാത്ത ദുർഗതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ദാരിദ്ര്യം മൂലം സർക്കാരിനെതിരെ നിരന്തരം തെരുവിലിറങ്ങുന്ന ജനത ഒരു വശത്ത്, ഇതിനൊപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വരൾച്ച എന്ന സൂചനയും. എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ബോംബായി നിൽക്കുന്ന പാകിസ്ഥാനിൽ ഭരണകൂടത്തിന് അല്പകാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവസരമാണ് ഇന്ത്യയുമായുള്ള സംഘർഷം. അതിനുവേണ്ടിയാണ് അവർ പഹൽഗാമിൽ ഇരച്ചു കയറിയത്. പഹൽഗാമിൽ മതം തിരഞ്ഞുപിടിച്ച് തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ-പാക് ബന്ധം വഷളായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഉഭയകക്ഷി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. സംഘർഷം മൂർച്ഛിക്കുന്നത് നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് ഒരു കണക്കിന് ഗുണമാണ്. സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ശക്തി ചോർത്തിക്കളയാൻ ഇതുവഴി സാധിക്കും.